പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27 യേശു പഠിപ്പിക്കുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഒരു മനുഷ്യന് ജീവൻ 2 തലങ്ങളിലുണ്ട്. ശരീരത്തിൻ്റെ ജീവനും ആത്മാവിൻ്റെ ജീവനും. നാം പലപ്പോഴും അധ്വാനിക്കുന്നത് ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താനാണ്. എന്നാൽ അത് നശ്വരമാണ്. നാം എത്ര ശ്രമിച്ചാലും ഈ ശരീരത്തിൽ നിന്ന് ഒരു മരണമുണ്ട്. ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നാം എത്ര പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും മരണം എന്നൊരു യാഥാർത്ഥ്യം ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തെ ഒരു മരണം നമുക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്ന ആത്മാവിനൊരു ജീവനുണ്ട്. ഈ ജീവന് വേണ്ടി നാം പലപ്പോഴും അധ്വാനിക്കാറില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ജീവനേക്കാൾ ആത്മാവിൻ്റെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:26 തിരുവചനം പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് നാം എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന്. നമ്മുടെ കഠിനാധ്വാനങ്ങൾ പ്രയോജനരഹിതമായി പോകുന്നു എന്നൊരു തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:25 യേശു പറയുന്നുണ്ട്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. അപ്പോൾ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ജീവിക്കണമെന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതും നമ്മുടെ ഇടയിൽ ജീവിച്ചതും നമ്മെ പഠിപ്പിച്ചതും എല്ലാം നാം നിത്യജീവനിൽ താല്പര്യമുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. യേശുവാകുന്ന വഴിയിലൂടെ സത്യമായ ദൈവത്തെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 6:48 യേശു പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ശരീരത്തിൻ്റെ വിശപ്പിനായി നാം ഭൗതിക അപ്പം സ്വീകരിക്കുന്നു. എന്നാൽ ആത്മാവിന് ജീവൻ പകരുന്നത് സ്വർഗീയ അപ്പമാണ്. യേശു പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും യോഗ്യതയോടെ സ്വീകരിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. അത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് സാധ്യമാകുന്നത്. നിത്യജീവൻ നേടുന്നതിനായി തന്നെ മുറിച്ച് ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് യേശുനാഥൻ തരികയാണ്. യാക്കോബ് ശ്ലീഹ 4:5 പറയുന്നുണ്ട്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന്. അതിനാൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ വിശുദ്ധിയിൽ ജീവിക്കാനാണ് നാം അനുദിനം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.